എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒർഹിബയായിരിക്കും കാണിക്കുക. അവളാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മുൻപിൽ നിർത്തി ഐസോയുടെ അസിസ്റ്റൻസ് അവളോട് വില വേശിയാണ്. ഇവരെ ഞങ്ങളൊന്നും ചെയ്യണ്ടെങ്കിൽ നീ ഞങ്ങളോടൊപ്പം വരണം. ഐസോയ്ക്ക് നിന്റെ സഹായം അത് ആവശ്യമാണ്. നീ അവിടേക്ക് വരികയാണെങ്കിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ തരും. നീ വരാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ആദ്യം ഞങ്ങൾ നശിപ്പിക്കുക നിന്റെ ഫ്രണ്ട്സിനെ ആയിരിക്കും. അതിനുശേഷം നിന്നെയും ഞങ്ങൾ ഇല്ലാതാക്കും. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. റിഹിബയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അടുത്ത സെക്കൻഡ് ഐസോയുടെ അസിസ്റ്റന്റ് അവളാണെങ്കിൽ ഒരു പ്രത്യേക തരം ആംഗിള് ഒർഹിബയുടെ കയ്യിൽ അണിയിക്കും. നിനക്ക് യാത്ര പറയാനുള്ളവരോട് എത്രയും വേഗം യാത്ര പറഞ്ഞ് നീ അവിടേക്ക് എത്തണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് കടന്നു പോകും. ഒർഹിബയാണെങ്കിൽ വളരെയധികം സാഡായി അവളുടെ വീട്ടിലേക്ക് വരും. അവൾ ഒരുപാട് നേരം ചിന്തിച്ച് വേറെ വഴിയില്ലാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒറഹറയുടെ ആ ട്രെയിനിങ് ഗ്രൗണ്ട് കാണിക്കും. അവിടെ മൊട്ടയാണെങ്കിൽ ആകെ വിയേഡായി ആ മീശക്കാരനെ അച്ചറം പൊച്ചറും ഇടിക്കും. അത് കണ്ട് ടെൻഷനായ നമ്മുടെ കുഞ്ഞു പെണ്ണ് അവളാണെങ്കിൽ മൊട്ടയെ അങ്ങനെ 2 കൈ ഉപയോഗിച്ച് കഴുത്തിൽ ലോക്ക് ചെയ്ത് പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. മൊട്ടയുടെ കൺട്രോള് അതങ്ങനെ പതിയെ പതിയെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ഓപ്പോസിറ്റ് സൈഡ് മൊട്ടയുടെ സിസ്റ്റർ അവളാണെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടും ഒരു മമ്മിയെ പോലെ ആയി മാറിയിരിക്കുകയാണ്. അവളെ അങ്ങനെ മോഡ് സോഴ്സുകളാണെങ്കിൽ വമ്പം പവറൊക്കെ കൊടുത്ത് പുറകിലേക്ക് വലിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവളുടെയും കൺട്രോള് അത് പതിയെ പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു ഭാഗത്ത് തോഷിറോ ആണെങ്കിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഉറഹറെ തന്നെ നോക്കുകയാണ്. കാരണം ഉറഹറ ആളെ ഒരിക്കലും ഇത്ര സൈലന്റ് ആയിട്ടും കാം ഡൗൺ ആയിട്ടും അവൻ കണ്ടിട്ടില്ല. ഉറഹറയുടെ മനസ്സിൽ എന്തോ ഒന്ന് ആളെ അലട്ടുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയും. അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഉറഹറെ കാണിക്കും. ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആണ്. കാരണം ലാസ്റ്റ് ഉണ്ടായ അറ്റാക്കില് ഉറഹറയാണെങ്കിൽ വലിയൊരു സർപ്രൈസിലും ഞെട്ടലിലും ഒക്കെയാണ്. കാരണം ഐസൻ അവന്റെ എക്സ്പെരിമെന്റ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഉറഹറയെ കൊണ്ട് പോലും ആ ഓപ്പണൻ ഹോലോസിനെ അവർ അത്ര ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവരുടെ പവർ പോലും ഉറഹറയെ കൊണ്ട് പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവൻ ഇത്തരത്തിൽ ഇവരുപയോഗിച്ച് ഒരു ഡിസ്ട്രാക്ഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ തോഷിറോയും അവനും ഐസനെ കുറിച്ചും ഹോലോസിനെ കുറിച്ചും ആയിരിക്കും ചിന്തിക്കുക. അവരിങ്ങനെ പവർഫുൾ ആവുകയാണെങ്കിൽ ഈ ഹ്യൂമൻ വേൾഡിനും അതുപോലെ തന്നെ സോൾ സൊസൈറ്റിക്കും നിലനിൽപ്പുണ്ടാവില്ല. ഹ്യൂമൻ ബീയിങ്സിനും എന്തിന് സോൾ റീപ്പേഴ്സിന് പോലും അവർ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കട്ട് ചെയ്ത നമ്മുടെ ഉറഹിബ അവളാണെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉറഹിബയാണെങ്കിൽ ആ ബാങ്കിലേക്ക് തന്നെ നോക്കുകയാണ്. അതിനുശേഷം ഐസന്റെ അസിസ്റ്റന്റ് പറഞ്ഞ കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് ആലോചിക്കും. ഉറഹിബ ഹോളോ വേൾഡിലേക്ക് പോയാൽ അവൾക്ക് പിന്നീട് ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല. ഐസൻ ഒരു ടൂൾ ആയിട്ടായിരിക്കും അവൾ ഉപയോഗിക്കുക. അവൾ പോവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ ഐസൻ വെറുതെ വിടില്ല. സോ എന്റെ മുൻപിൽ ഈ വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഹ്യൂമൻ വേൾഡിൽ സ്പെൻഡ് ചെയ്ത അവളുടെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ വരികയാണ്. അവസാനമായിട്ട് ഒരു നോക്ക് ആ സ്ഥലങ്ങളെല്ലാം കാണാൻ അവളാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് വന്നും അവളുടെ പഴയ ഓർമ്മകൾ അതങ്ങനെ അയവിറക്കുകയാണ്. അതിനുശേഷം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ടാക്സുമയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഒർഹിബയാണെങ്കിൽ ഇപ്പോൾ ഇൻവിസിബിൾ ആയിരിക്കുകയാണ്. കാരണം ഓൾമോസ്റ്റ് കവിടം വിട്ട് ആ ഹോളോ വേൾഡിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ടാക്സുമയ്ക്കാണെങ്കിൽ ഒർഹിബയെ കാണാൻ കഴിയില്ല. അവസാനമായിട്ട് ഒർഹിബ അവൾ ടാക്സുമയെ കണ്ട് സങ്കടത്തിൽ അങ്ങനെ പൊട്ടിക്കരഞ്ഞ് അവൾക്ക് നേരെ കൈവീശി കാണിക്കും. അതിനുശേഷം ഒർഹിബയാണെങ്കിൽ ഇച്ചിഗോയുമായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്ത സ്ഥലത്തേക്ക് വരും. അവൾക്ക് ഇച്ചിഗോയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു ഫ്രണ്ട് എന്നതിലുപരി അവൾക്ക് ഇപ്പൊ ഇച്ചിഗോയോട് ചില ഫീലിങ്സ് ഒക്കെ തോന്നിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അതിനു മുൻപായിട്ട് ഇച്ചിഗോയെ കണ്ട് അവനോടും യാത്ര പറയാമെന്നുള്ളൊരു ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടാവും. മറ്റൊരു ഭാഗത്ത് റുക്കിയാണെങ്കിൽ ഒർഹിബയുടെ ഫോണിൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കോൾ ആണെങ്കിൽ കണക്ട് ആവില്ല. ഒർഹിബയെ കുറിച്ച് ആലോചിച്ച് ഇപ്പൊ റുക്കിയ അവൾ ഒരുപാട് ടെൻസ്ഡ് ആവും. കാരണം ഇതിനോടകം തന്നെ അവള് ഹ്യൂമൻ വേൾഡിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇച്ചിഗോയ്ക്ക് അവനാണെങ്കിൽ ലാസ്റ്റ് ഫൈറ്റിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഈ 2 കാര്യങ്ങൾ ആലോചിച്ച് അവൾ അങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഫൈറ്റ് എല്ലാം കഴിഞ്ഞ റുക്കിയ അവൾ ഒരുപാട് പരിക്ക് പറ്റി ഇച്ചിഗോയെ തൂക്കിയെടുത്ത് വൈറ്റ് സെറ്റ്സ് ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. റുക്കിയാണെങ്കിൽ ഇച്ചിഗോയെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അതിനുശേഷം ആ ജയന്റിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഇവനെ ഹീൽ ചെയ്യണം. ആ പവർഫുൾ അലങ്കാരമായിട്ട് ഏറ്റുമുട്ടി ഇവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞു. അതിന് ആ ജയന്റ് പറയും, സത്യത്തിൽ ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്. ഇൻ കേസ് ഞാൻ ഇവനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ ഉള്ളിലെ ആ ഡെവിൾ പവർ അല്ലെങ്കിൽ ഹോളോ പവർ അത് അൺകൺട്രോൾഡ് ആയിട്ട് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവനെ കൊണ്ട് പിന്നീട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആവില്ല.
അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഓൾറെഡി ആ നീലമുടിയൻ അരങ്കാർ അവനവന്റെ സ്ക്വാഡ് വെച്ച് ഇച്ചിഗോയുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ചു. ആ സ്ക്വാഡിലൂടെ അവന്റെ സ്പിറ്റ് പ്രഷർ അത് ഇപ്പൊ ഇച്ചിഗോയുടെ ബോഡിയിലേക്കും അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇച്ചിഗോയുടെ ബോഡിയിൽ ഇപ്പൊ ഹോളോ പവർ അത് വളരെ കൂടുതലാണ്. ഈ സമയത്ത് അവന് ട്രിഗർ ചെയ്താൽ അത് വലിയ അപകടം ഉണ്ടാക്കും. നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇച്ചിഗോയ്ക്ക് ടൈം കൊടുക്കുക എന്നതാണ്. കാരണം അവന്റെ ബോഡിയിലെ പരിക്കുകളെല്ലാം തന്നെ ടൈം എടുത്ത് തനിയെ ഹീലാവും. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. റുക്കിയ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. റുക്കിയയ്ക്കാണെങ്കിൽ അവളുടെ ടെൻഷൻ കൂടി വരികയാണ്. കാരണം ഇപ്പോൾ ഒറിഹിബയെ അവൾ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്തു. അവളെ ഒരിക്കൽ പോലും കോണ്ടാക്ട് ചെയ്യാൻ റുക്കിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ആ വൈറ്റ് സെറ്റ്സ് ടീം അവരെന്തുകൊണ്ടായിരിക്കും ഈ ഫൈറ്റിൽ ഇടപെട്ടത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഇച്ചിഗോയുടെ സിസ്റ്റേഴ്സ് അവർക്ക് കഴിക്കാനുള്ള ഫുഡുമായി അകത്തേക്ക് വരിക. റുക്കിയ ആണെങ്കിൽ അവരെ സമാധാനിപ്പിച്ച് ഫുഡുമായി ഇച്ചിഗോയുടെ അടുത്തേക്ക് വരും. റുക്കിയ ആണെങ്കിൽ അവൾക്ക് കൊടുത്ത ഫുഡിലേക്ക് നോക്കും. അതില് അവളുടെ ഫേസ് ഇച്ചിഗോയുടെ സിസ്റ്റേഴ്സ് വരച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവൾക്കൊരു അല്പ സന്തോഷാവും. അല്പസമയം കഴിഞ്ഞ് ഇച്ചിഗോയുടെ പപ്പ ഇപ്പോ റൂമിലേക്ക് കയറി വരും. ആളാണെങ്കിൽ ഇച്ചിഗോയെ കുറിച്ച് അന്വേഷിക്കും. അതിന് റുക്കിയ പറയും, അവന് കുഴപ്പമൊന്നുമില്ല, ഞാനും അവനും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി, അതില് അവനൊരു അല്പം പരിക്കുകളൊക്കെ പറ്റി, ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എത്രയും വേഗം അത് തനിയെ ഹീലാവും. പക്ഷേ ഇച്ചിഗോയുടെ പപ്പയ്ക്കാണെങ്കിൽ അവന്റെ ബോഡിയിലെ പരിക്കുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് റുക്കിയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായതല്ല എന്ന്. ആള് തീർത്തു പറയും, എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെ സമാധാനിപ്പിക്കാൻ കള്ളം പറയാണെന്ന്. പക്ഷേ ഇച്ചിഗോയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ എത്രയും വേഗം തനിയെ ഹീലായി വരും. അവന് അത്രയും പവറുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ റുക്കിയ അവള് രാത്രി ആവുമ്പോൾ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒറിഹിബയെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഒരുപക്ഷെ ഒറിഹിബ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയവും പേടിയൊക്കെ റുക്കിയയുടെ മനസ്സിലുണ്ട്. അതേസമയം ഇവിടെ ഇച്ചിഗോയുടെ റൂം കാണിക്കും. ഇച്ചിഗോയുടെ തൊട്ടു താഴെ അവന്റെ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും അവനങ്ങനെ കാവല് കിടക്കുകയാണ്. അവർക്ക് അവരുടെ ബിഗ് ബ്രദർ ഇച്ചിഗോയെ അത്രമാത്രം ഇഷ്ടമാണ്. അടുത്ത നിമിഷം ഒറിഹിബ അവളിപ്പോ ഇച്ചിഗോയോട് യാത്ര പറയാൻ റൂമിലേക്ക് വരും. ഇച്ചിഗോയെ കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം. ഒറിഹിബയ്ക്കാണെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരു നാണം തോന്നും. കാരണം ആദ്യമായിട്ടാണ് അവള് ഒരാൺകുട്ടിയുടെ റൂമിൽ കയറുന്നത്. മാത്രമല്ല അവൾക്കാണെങ്കിൽ ഇച്ചിഗോയോട് ഒരു പ്രത്യേക ഫീലുണ്ട്. അവള് ഇച്ചിഗോയെ മുഴുവനായിട്ടൊന്ന് നോക്കും. അവന്റെ ബോഡിയിലെ പരിക്കുകൾ കണ്ട് അവൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവില്ല. എങ്കിലും അവളിപ്പോ ഇച്ചിഗോയോട് യാത്ര പറയും. എനിക്കിപ്പോ പോയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അത് ഐസോ എടുക്കുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കടന്നു പോകാൻ ശ്രമിക്കും. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ഇച്ചിഗോയായിട്ടുണ്ടായ ഹാപ്പി മൊമെന്റ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇച്ചിഗോയ്ക്ക് അവന്റെ ടീംമേറ്റ്സിനെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. എപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവൻ ശ്രമിച്ചിരുന്നത്. ഒറിഹിബയുടെ ഏറ്റവും വലിയ ആഗ്രഹം ലൈഫ് ലോങ് അവനോടൊപ്പം ജീവിക്കണമെന്നായിരുന്നു. പക്ഷെ അവളെ കൊണ്ട് അത് കഴിയില്ലല്ലോ എന്നോർത്ത് അവൾ അങ്ങനെ പൊട്ടിക്കരയാണ്. അവസാനം ഒരു ചുംബനം അവന് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അതും അവൾക്ക് സാധിക്കില്ല. അവൾ അവസാനമായിട്ട് ഇച്ചിഗോയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.